നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലൈഫ് പദ്ധതിക്ക് പുറമെ വയോജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന ഭവന നിർമ്മാണത്തിനും സർക്കാർ ഊന്നൽ നൽകുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. സ്വപ്നക്കൂട് പദ്ധതി കൊട്ടാരക്കരയിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയുടെ പ്രാധാന്യത്തെ കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ പ്രത്യേകത വലുതാണെന്ന് മന്ത്രി P. പ്രസാദ്. എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തകമാണ് ഭരണഘടനയെന്നും മന്ത്രി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് നാടൊരുങ്ങി. ചവറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി മത്സരം. വിശദമായ വാർത്തകളിലേക്ക്. ലൈഫ് പദ്ധതിക്ക് പുറമെ വയോജനങ്ങളെ മുന്നിൽ കണ്ട് അവർക്ക് സൗകര്യപ്രദമാകുന്ന ഭവന നിർമ്മാണത്തിനും സർക്കാർ ഊന്നൽ നൽകുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കുന്ന സ്വപ്നക്കൂട് പദ്ധതി കൊട്ടാരക്കര നഗരസഭാ ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ലൈഫ് പദ്ധതിയിലൂടെ 4 ലക്ഷം വീടുകൾ 7.5 വർഷക്കാലം കൊണ്ട് നിർമ്മിച്ചു നൽകി. 5 ലക്ഷം വീടുകൾ അടുത്ത 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ബഡ്ജറ്റിൽ വയോജന സൗഹൃദ ഭവന നിർമ്മാണം വിഭാവനം ചെയ്തിട്ടുണ്ട്. വീടെന്ന സ്വപ്നം ജീവിത സായാഹ്നത്തിലും ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ലൈഫ് പദ്ധതിയിലൂടെ 4 ലക്ഷം വീടുകൾ 7.5 വർഷക്കാലം കൊണ്ട് നിർമ്മിച്ചു നൽകി. 5 ലക്ഷം വീടുകൾ അടുത്ത 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രഖ്യാപിച്ച 5 ലക്ഷം വീടുകൾ അടുത്ത വർഷത്തോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ആ വകുപ്പിന്റെ എല്ലാ റിപ്പോർട്ടുകൾ വരുന്നത്. അടുത്ത 2 വർഷം കൊണ്ട് 10,000 കോടി രൂപ ഹൗസിംഗ് മേഖലയിൽ ലൈഫ് പദ്ധതി പോലുള്ള മേഖലകളിൽ നമ്മൾ കൂടുതൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. ഹൗസിംഗ് ബോർഡ് ഇടക്കാലത്ത് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് പതുക്കെ കയറി വരുന്നത്. ഭവനമെന്ന സാധാരണക്കാരന്റെ ആഗ്രഹത്തിന് സാക്ഷാത്കാരം നൽകുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയ്ക്ക് തെളിവെന്ന് മുഖ്യാതിഥിയായ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി പറഞ്ഞു. രാജ്യത്തിന് പോലും മാതൃകയായി നിന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് വീടില്ലാത്തവർക്ക് വീടും ഭൂമിയും കൊടുക്കുന്ന ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി മുന്നേറുന്ന ഈ കാലഘട്ടത്തിലാണ് ഇന്ന് ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും ജനറൽ വിഭാഗത്തിലെ 50ഓളം വരുന്ന ആൾക്കാർക്കും അതുപോലെ SC വിഭാഗത്തിലെ 25 പേർക്കും ചേർന്ന് നിന്നുകൊണ്ട് 1ഉം 2ഉമല്ല 9,60,000 രൂപ ഓരോ വീടിനും ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൊടുക്കുന്ന ആ കർമ്മത്തിലേക്ക് ഇന്നിവർ കടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ അധ്യക്ഷനായി. കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ SR രമേശ്, വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ PP സുനീർ, സ്ഥിരസമിതി അധ്യക്ഷർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. മികവുത്സവം, യാത്രയയപ്പ് സമ്മേളനം എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. ഇനി ഇതുപോലെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രതിനിധീകരിച്ച് കേന്ദ്രത്തിലേക്ക് പോയി പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ഒരു ആളുണ്ട്. ഇപ്പോ കേരളത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് AK ആന്റണി. നെഞ്ചിനുള്ളിൽ തീയാണ്, കണ്ണിരച്ചാൽ മൊത്തം പാരകളാണ്. കണ്ണുള്ളിൽ നീയാണ് സോണിയ സോണിയ സോണിയ. എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. മറ്റ് AK സ്പേസ് AK47. തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് മികവുത്സവവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ധ്വനി 2024 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഠന പാഠ്യേതര വിഷയങ്ങളെ പറ്റിയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ട്രോഫികളൊക്കെ കൂടി വരുന്നതെന്ന് നമുക്കറിയാം. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ട്രോഫികൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ട്രോഫികളൊക്കെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഉള്ളതാണ്. PTA പ്രസിഡന്റ് K. സതീശൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ J. വിജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. സദാശിവൻ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണവും പ്രതിഭകളെ ആദരിക്കലും നിർവഹിച്ചു. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അക്ഷരമനുസരിച്ച് നിങ്ങളെ ഭാവി പൗരന്മാരെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടവര് അധ്യാപകരാണ്. എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആള് ഇന്ത്യയുടെ പ്രസിഡന്റാകാം, കേരളത്തിലെ മുഖ്യമന്ത്രിയാകാം, MLA ആകാം, MP ആകാം, പഞ്ചായത്ത് മെമ്പറാകാം, പഞ്ചായത്ത് പ്രസിഡന്റുമാകാം. അതൊരു വലിയ മൂല്യമെന്ന് ഞാൻ പറയുന്നു. പക്ഷേ നിങ്ങൾ ഈ നാടിന്റെ എല്ലാമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അഭിമാനം കൊള്ള ആർക്ക്
നിങ്ങൾ അധ്യാപകരെല്ലാം ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരാണ്. കേരള യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി മിമിക്രി വിന്നർ, സർവകലാശാല യുവജനോത്സവം കേരളോത്സവത്തിലെ മികച്ച നടൻ ഷിഹാദ് മുഖ്യാതിഥിയായി. ആണുങ്ങളാണോ കൂടുതൽ സൗന്ദര്യമുള്ളവർ, പെണ്ണുങ്ങളാണോ കൂടുതൽ സൗന്ദര്യമുള്ളവർ? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? സിംഹത്തിന് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആർക്കാണ്? ആൺസിംഹത്തിനാണോ പെൺസിംഹത്തിനാണോ? മയിലിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഏതിനാണ്? ആൺമയിലിനാണോ പെൺമയിലിനാണോ? കോഴി, പൂവൻകോഴി, ഇതിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആർക്കാണ്? എല്ലാത്തിനും ആണെന്നാണ് ഉത്തരം പറഞ്ഞത്. എന്നാൽ ഇവർക്ക് ഉണ്ടാവണമെങ്കിൽ ഒരമ്മ വേണ്ടേ? പ്രഥമാധ്യാപിക ടി ബിന്ദു, SMC ചെയർമാൻ നാസർ കൊച്ചാണ്ടിശ്ശേരിൽ, PTA വൈസ് പ്രസിഡന്റ് PC സുനിൽ, SMC വൈസ് ചെയർമാൻ സജീവ്, മദർ PTA പ്രസിഡന്റ് ശോഭ, സീനിയർ അസിസ്റ്റന്റുമാരായ MK വിജയ് ജാനകി, K ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, തഴവ. ശാസ്താംകോട്ടയിൽ കൊല്ലം ജില്ലാതല ബാലചിത്ര രചനാ മത്സരം സംഘടിപ്പിച്ചു. സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റും കൊല്ലം നീറ്റ് ഇന്ത്യ അക്കാദമിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജി ഉദ്ഘാടനം നിർവഹിച്ചു. സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കൊല്ലം നീറ്റ് അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബാലചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. കൊല്ലം ജില്ലാതല മത്സരമാണ് നടത്തിയത്. ശാസ്താംകോട്ട JM ഹൈസ്കൂളിൽ നടന്ന പരിപാടി കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മാത്രമേ ഉള്ളൂ അതിൽ നിന്നൊരു വ്യത്യാസമുള്ളൂ. ചിത്രകലയ്ക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരവും സാമ്പത്തികമായി വിജയവും കിട്ടാതെ പോകുന്ന ഏക രാജ്യം ഇന്ത്യ മാത്രമാണ്. പക്ഷെ ഇന്ത്യയിൽ വന്ന വ്യത്യാസം വരട്ടെ. അതുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികൾക്ക് തന്നെ 5000 രൂപയുടെ ഒന്നാം സമ്മാനം 2 കുട്ടികൾക്ക് കിട്ടുകയാണ്. പക്ഷെ അത് ആരും കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര കൺഫ്യൂഷൻ. സീനിയർ വിഭാഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സീനിയർ വിഭാഗത്തിന് ഭയങ്കര ടൈറ്റ് മത്സരം തന്നെയാണ്. 2 മുതൽ 9 വരെയുള്ള കുട്ടികളാണ് ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തത്. ബാലചിത്രോത്സവം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഭരണഘടനയുടെ പ്രാധാന്യത്തെ കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ പ്രത്യേകത വലുതാണെന്ന് മന്ത്രി P പ്രസാദ്. എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തകമാണ് ഭരണഘടനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊന്മന 17 തുരുത്ത് സംസ്കൃതി ഗ്രന്ഥശാലയുടെ വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭരണഘടനയുടെ പ്രാധാന്യത്തെ കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ പ്രത്യേകത വലുതാണെന്നും എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തകമാണ് ഭരണഘടനയെന്നും മന്ത്രി P പ്രസാദ് പറഞ്ഞു. പൊന്മന 17 തുരുത്ത് സംസ്കൃതി ഗ്രന്ഥശാല വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലായിടങ്ങളിലും എഴുത്ത് പരന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വായനശാലയും പുസ്തകങ്ങളും നൽകുന്ന വെളിച്ചത്തിലൂടെ നല്ല മനുഷ്യരാകാൻ കഴിയും. ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം കടന്നു വരുമ്പോൾ വായിക്കുക എന്നത് നമ്മുടെ മനസ്സിൽ കുറഞ്ഞാൽ മനസ്സിൽ ഉണർത്തിയെടുക്കേണ്ട പലതും ഇല്ലാതായി പോകും. വായനയോട് നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വായിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ എല്ലാവരും TV മുമ്പിലേക്കാണ് നിൽക്കുന്നതല്ല. കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതല്ലേ കുറച്ചുകൂടി രസകരം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നമ്മളൊന്ന് ആലോചിച്ചത്. കാണുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങ് നമ്മളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ, ചലനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതിനും നമ്മളെ ചില കാര്യങ്ങൾക്കെല്ലാം കുറച്ചേറെ നമ്മളെ ഒന്ന് മുന്നോട്ട് നയിക്കുന്നതിനും വായിക്കുമ്പോൾ കഴിയും. നമ്മൾ വായനയിൽ നിന്നും മാറരുത് എന്നും എല്ലാവരും പറയുന്നത്. പുസ്തകങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്നു. ഇന്നത്തെ രൂപത്തിലേക്ക് ഈ പുസ്തകങ്ങളൊക്കെ എത്തിയത് എത്ര അത്ഭുതകരമായ പ്രവൃത്തിയാണെന്നും കൂടി നമ്മൾ ആലോചിക്കണം. NK പ്രേമചന്ദ്രൻ MP അധ്യക്ഷത വഹിച്ചു. സുജിത് വിജയൻപിള്ള MLA മുഖ്യാതിഥിയായി. പകൽ വീടിന്റെ ഉദ്ഘാടനം ഫിറോസ് നല്ലാന്തറ നിർവഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള തൊപ്പിയും ഗ്ലൗസും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയും ടെലിവിഷൻ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാറും അംഗൻവാടികൾക്കുള്ള മിക്സി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഷീന ഐ നായർ ICDS സൂപ്പർവൈസർ സ്വപ്നകുമാരിക്ക് കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് I ജയചിത്രയെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് PB ശിവൻ ആദരിച്ചു. IRE ഗ്രന്ഥശാലയ്ക്ക് നൽകിയ ഫർണിച്ചർ റിസോഴ്സ് ചീഫ് മാനേജർ ഭക്തദർശൻ കൈമാറി. ഗ്രന്ഥശാല പ്രസിഡന്റ് C മനു, സെക്രട്ടറി R മുരളി, സാംസൺ പൊന്മന, KV ദിലീപ് കുമാർ, C സജീന്ദ്രൻ, ജെയിംസ് ജോസഫ്, ലിസി നെൽസൺ, A ബിജു, ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.
ഇടയ്ക്കിടം തെറ്റിക്കുന്നിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 13ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് ലക്ഷദീപാർച്ചന നടത്തി. ക്ഷേത്രതന്ത്രി കുളക്കട നമ്പിമഠത്തിൽ രമേശ് ഭാനുഭാനു പണ്ടാരത്തിൽ ഭദ്രദീപം തെളിച്ചു. ഇടയ്ക്കിടം തെറ്റിക്കുന്നിൽ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ 13ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചാണ് ലക്ഷദീപാർച്ചന നടത്തിയത്. ക്ഷേത്രതന്ത്രി കുളക്കട നമ്പിമഠത്തിൽ രമേശ് ഭാനുഭാനു പണ്ടാരത്തിൽ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ലക്ഷദീപാർച്ചനയ്ക്ക് തുടക്കമായത്. ദീപം തെളിയിക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി പ്രകാശ്, സെക്രട്ടറി രാജഗോപാൽ, ഖജാൻജി വിജയധരൻ, ചെയർമാൻ എസ് ശൈലേന്ദ്രൻ, കൺവീനർ സുരേഷ് കുമാർ തുടങ്ങിയവർ ലക്ഷദീപാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചവറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി മത്സരം നടത്തി. അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കൈകൊട്ടിക്കളി മത്സരം നടത്തിയത്. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13-14 തീയതികളിൽ പത്തനാപുരത്ത് നടക്കുകയാണ്. ഇതിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് ചവറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി മത്സരം നടത്തിയത്. കൊറ്റംകുളങ്ങര ദേവീക്ഷേത്ര സ്റ്റേജിലായിരുന്നു പരിപാടി. 5 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കൈകൊട്ടിക്കളിയുടെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ എത്തിക്കുവാൻ വേണ്ടി കേരള വിഷൻ അടക്കമുള്ള കേബിൾ ടിവികൾ നടത്തുന്ന പ്രയത്നങ്ങൾ നാം കാണാതെ പോകരുത്. നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ പല രീതിയിലും വിലങ്ങുകൾ നമ്മുടെ രാജ്യത്ത് നേരിടുന്നു. അതിലൊരു കാര്യമാണ് നേരത്തെ ആമുഖമായിട്ട് സൂചിപ്പിച്ചത്. സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നമ്മുടെ ഗവൺമെൻറ് തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ACBയുടെ കാര്യത്തിൽ തന്നെ പലകുറി ഞാൻ തന്നെ ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ കാവനാടുള്ള കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ കാര്യം അവരെയും കൊണ്ട് തന്നെ നേരിട്ട് മിനിസ്റ്ററുടെ ഓഫീസിൽ ചെന്നു മിനിസ്റ്ററോട് സംസാരിച്ചു. മിനിസ്റ്റർ കൊടുത്ത അവധി പോലും ചിലപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തരാൻ തയ്യാറാവത്തില്ല. അങ്ങനെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ട് വഴക്കിട്ട അവസ്ഥ വരെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പലയിടത്തായിട്ടുണ്ട്. സംഘടിതമായിട്ട് തന്നെ കുത്തകകൾ ഈ മേഖലയിലേക്ക് കിടന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളതിനെ കാണണം. ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പലപ്പോഴും ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നുണ്ട്. COA കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് പിള്ള അധ്യക്ഷത വഹിച്ചു. KCCL ഡയറക്ടർ ബോർഡ് അംഗം അനിൽ മണിമന്ദിരം സ്വാഗതം പറഞ്ഞു. COA സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം ബിനു P, മേഖലാ പ്രസിഡന്റ് തിലകൻ, മേഖലാ സെക്രട്ടറി സലിം തുടങ്ങിയവർ പങ്കെടുത്തു. കൊറ്റൻകുളങ്ങര സെഞ്ചുറി വനദുർഗയാണ് 1ാം സമ്മാനം നേടിയത്. 2ാം സ്ഥാനം സെഞ്ചുറി വനദുർഗ സീനിയർ നേടി. വെറ്റമുക്ക് ശ്രീകൃഷ്ണ കലാസമിതി 3ാം സ്ഥാനവും നേടി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം രൂപതയിലെ തീർത്ഥാടന കേന്ദ്രമായ തുയ്യം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ കൈകെട്ടിയ ഈശോയുടെ തീർത്ഥാടനം ഫെബ്രുവരി 14 മുതൽ മാർച്ച് 27 വരെ നടക്കും. സംഘാടകർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വിളംബര പദയാത്രയോടുകൂടിയാണ് തീർത്ഥാടനം ആരംഭിക്കുക. ആയിരക്കണക്കിന് വിശ്വാസികൾ പദയാത്രയായി വൈകിട്ട് 5 മണിക്ക് തുയ്യംപള്ളിയിൽ എത്തിച്ചേരും. കൊല്ലം രൂപത വികാർ ജനറൽ ഡോക്ടർ ബൈജു ജൂലിയൻ പദയാത്രയ്ക്ക് സ്വീകരണം നൽകാം. തീർത്ഥാടന ദിനങ്ങളിൽ രാവിലെ 5-ന് ദിവ്യകാരുണ്യ ആരാധന, രാവിലെ 5:30-നും ദിവ്യബലിയും ഉണ്ടായിരിക്കും. തീർത്ഥാടന ദിന വെള്ളിയാഴ്ചകളിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വചന പ്രഘോഷണം, രോഗശാന്തി ശുശ്രൂഷ, ദിവ്യകാരുണ്യ ആരാധന, നൊവേന, ദിവ്യബലി എന്നിവ രൂപതയിലെ വിവിധ വൈദികരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടും. വൈകിട്ട് 5 മണിക്ക് കുരിശിന്റെ വഴി പ്രാർത്ഥനയും തുടർന്ന് ദിവ്യബലിയും. മാർച്ച് 27-ന് വൈകിട്ട് 5 മണിക്ക് തീർത്ഥാടന സമാപന കുരിശിന്റെ വഴിക്കും ദിവ്യബലിക്കും കൊല്ലം വികാർ ജനറൽ ഡോക്ടർ ബൈജു ജൂലിയാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് കൊടിയിറക്ക. മാർച്ച് 19-ന് രാവിലെ 9 മണിക്ക് വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ സമൂഹബലിയും സ്നേഹവിരുന്നും ഉണ്ടായിരിക്കും. സംഘാടക സമിതിക്ക് വേണ്ടി ഫാദർ ലജു ഐസക് ഇക്കാര്യങ്ങൾ വിവരിച്ചു. കൊല്ലം രൂപതയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ തുയ്യം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ
കൈകെട്ടി ഈശോയുടെ നോമ്പുകാല തീർത്ഥാടനം 2024 ഫെബ്രുവരി 14 മുതൽ മാർച്ച് 27 വരെ. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി റവറന്റ് ഫാദർ ലിജു ഐസക് ഇടവക വികാരി, റവറന്റ് ഫാദർ ലിൻസൺ ആറാട് റെക്ടർ വേളാങ്കണ്ണി മത തീർത്ഥാലയം, റവറന്റ് ഫാദർ ടൈറ്റസ് ഫ്രാൻസിസ് സ്പിരിച്വൽ ഫാദർ, റവറന്റ് ഫാദർ അനീഷ് ഷാൻസിൽ സഹവികാരി എന്നിവരുടെ നേതൃത്വത്തിൽ ശാന്തി രാജു, ബാബു തോമസ്, ബീന ബിജു 11:30 കുരിശിന്റെ വഴി, ഉച്ചയ്ക്ക് 12:30 പ്രത്യേക നിയോഗങ്ങൾക്കായുള്ള ദിവ്യബലി, വൈകിട്ട് 5 മണിക്ക് ദിവ്യബലി. തീർത്ഥാടന ദിനങ്ങളിൽ വൈകുന്നേരമുള്ള ദിവ്യബലിക്ക് രൂപതയിലെ വിവിധ വൈദികർ കാർമ്മികത്വം വഹിക്കുന്നു. ഫാദർ ലിൻസൺ ആറാടൻ, ശാന്തി രാജു, വിജയൻ തോമസ്, സജിനി ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാജ്യത്തെ ഏക ശകുനി ക്ഷേത്രമായ പവിത്രേശ്വരം മായങ്കോട്ട് മലനട ക്ഷേത്രത്തിലെ ഉച്ചാര മഹോത്സവം സമാപിച്ചു. 8 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിനാണ് സമാപനമായത്. മഹാഭാരത കഥയിലെ മഹാഭാരത യുദ്ധം ഉണ്ടാകാൻ കാരണക്കാരനായിരുന്നു ശകുനി. പുരാണത്തിൽ ശകുനി വില്ലനാണെങ്കിലും പൗത്രേശ്വരൻകാർക്ക് കൺകണ്ട ദൈവമാണ്. പൗത്രേശ്വരം മായങ്കോട്ട് മലനട ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് ശകുനിദേവൻ. രാജ്യത്തെ ഏക ശകുനി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ മലക്കുട മഹോത്സവമാണ് സമാപിച്ചത്. ഉത്സവ ദിവസത്തെ ഭരതം കളിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. ഇവിടെ ശകുനിദേവനെ പൂജിക്കുന്നത് കുറവർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. മലനട അപ്പൂപ്പൻ എന്നറിയപ്പെടുന്ന ശകുനിക്ക് ഇളനീരാണ് നേദിക്കുന്നത്. എന്നാൽ ഉപദേവതയായി പ്രതിഷ്ഠിച്ചിട്ടുള്ള മൂർത്തിക്ക് മദ്യവും കോഴിയും ആടിനെയും സമർപ്പിക്കുന്നു. പൗത്രേശ്വരം എന്ന ദേശത്താണ് മലനട മലദേവ ക്ഷേത്രം അധിവസിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന ആചാരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷത്തിലെ ഉച്ചാര മഹോത്സവമാണ്. വളരെ പ്രാചീന കാലം മുതൽ കൊണ്ടാടുന്ന ഒരു ദേശീയ ഉത്സവമായിട്ട് കൊണ്ടാടുകയാണ്. വിവിധ ദേശങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ് പൗത്രേശ്വരം മലനട മലദേവ ക്ഷേത്രം. ധാരാളം ഭക്തജനങ്ങൾ എത്തുന്ന ക്ഷേത്രമാണ്. നമ്മുടെ മകരമാസം 28-ാം തീയതിയാണ് നമ്മുടെ ഉച്ചാര മഹോത്സവം കൊണ്ടാടുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന ആചാരം ഭാരതം കളിയാണ് ഉത്സവ ദിവസം. ഇവിടെ അപ്പൂപ്പന് നേദിക്കുന്നത് കരിക്ക്, അതേപോലെ കള്ള് നമ്മളെ ഒരു നിവേദ്യമായിട്ട് നമ്മുടെ ഉത്സവ ദിവസമാണ് ഈ മദ്യം കള്ള് നിവേദ്യമുള്ളത്. പിന്നെ അത് മുഹൂർത്തിക്കാണ് നമ്മൾ ഈ മദ്യം വെച്ച് പൂജിക്കാറുള്ളത്. പുരാതന കാലത്ത് അപ്പൂപ്പന് ഈ കള്ള് നിവേദ്യം നടത്താറുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം വിട്ടിട്ട് നമ്മൾ അത് മൂർത്തിക്കായി മാറ്റിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഭക്തരാണ് ഉത്സവ ദിവസം ക്ഷേത്രത്തിലെത്തിയത്. വൈകിട്ട് നടന്ന വർണ്ണാഭമായ കെട്ടുകാഴ്ച എഴുന്നള്ളത്തോടുകൂടി ഉത്സവത്തിന് സമാപനം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഓച്ചിറ ഞക്കനാൽ പുറങ്ങാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചതയ തിരുനാൾ മഹോത്സവം നടത്തി. 3 ദിവസങ്ങളിലായാണ് ഉത്സവം നടത്തിയത്. നിരവധി ഭക്തർ പങ്കെടുത്തു. ഓച്ചിറ ഞക്കനാൽ പുറങ്ങാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചതയ തിരുനാൾ മഹോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് ഉത്സവം നടത്തിയത്. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തിഗാനസുധ, ദീപാരാധന, അൻപൊലി, കലശാഭിഷേകം, കളഭാഭിഷേകം, ദീപക്കാഴ്ച, എതിരേൽപ്പ് തുടങ്ങിയവയും നടത്തി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. ലൈഫ് പദ്ധതിക്ക് പുറമെ വയോജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന ഭവന നിർമ്മാണത്തിനും സർക്കാർ ഊന്നൽ നൽകുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. സ്വപ്നക്കൂട് പദ്ധതി കൊട്ടാരക്കരയിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയുടെ പ്രാധാന്യത്തെ കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ പ്രത്യേകത വലുതാണെന്ന് മന്ത്രി P. പ്രസാദ്. എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തകമാണ് ഭരണഘടനയെന്നും മന്ത്രി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് നാടൊരുങ്ങി. ചവറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി മത്സരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 25 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 10 ലക്ഷത്തിലധികം ബ്രോഡ്ബാൻഡ് കണക്ഷനുമുള്ള രാജ്യത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കേരള വിഷൻ. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും
ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കൊപ്പം 8ാം സ്ഥാനത്ത് തല ഉയർത്തി നിൽക്കുന്ന കമ്പനി കൂടിയാണ് നമ്മുടെ കേരള വിഷൻ. കേരള വിഷന്റെ ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ യാഥാർത്ഥ്യമാകുന്നു. രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വിവിധ സേവന മേഖലകളിലേക്ക് കേരള വിഷൻ സൗത്ത് വോയിസിൽ കൂടി കടക്കുകയാണ്.